ഡിയർ സ്റ്റുഡൻസ്, +1 ബോട്ടണി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ആൽഗയുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ആ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചിരുന്നു ആൽഗെ ആർ ഡിവൈഡഡ് ഇൻ ടു 3 മെയിൻ ക്ലാസ്സസ്: ക്ലോറോഫൈസിയെ, ഫയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. അപ്പോൾ ആൽഗെ എന്ന് ആ ഗ്രൂപ്പിൽ നമ്മൾ പ്ലാന്റ് കിങ്ഡം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. പ്ലാന്റ് കിങ്ഡത്തിൽ നമ്മൾ അതിൻ്റെ ഒന്നാമത്തെ ഇതായ നമ്മൾ ആൽഗയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആൽഗെ 3 ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ക്ലാസ്സായിട്ട് ക്ലോറോഫൈസിയെ, ഫയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ആൽഗയുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. നമ്മൾ ഈ 3 ക്ലാസ്സിലും വരുന്ന ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറുകളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ ഇവയെക്കുറിച്ച് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്ലാസ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലോട്ട് പ്രവേശിക്കുക. നമുക്കിതിലെ ഒന്നാമത്തെ ക്ലാസ് ക്ലോറോഫൈസിയയാണ് അല്ലേ. നമുക്ക് ഇനി ക്ലോറോഫൈസിയെക്കുറിച്ച് പഠിക്കാം. നിങ്ങൾ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് കൂടി ഒന്ന് എടുത്ത് വയ്ക്കുക. ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് സാധിക്കും. ക്ലോറോഫൈസിയെ The members are commonly called green algae. ഓർത്തിരിക്കുക, ക്ലോറോഫൈസിയെ എന്ന് പറയുന്ന ആൽഗെ ക്ലാസ്സിലെ മെമ്പേഴ്സ് നമ്മൾ പൊതുവായിട്ട് അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ അതിന് പറയുന്ന പേരാണ് ഗ്രീൻ ആൽഗെ. അതിൻ്റെ പ്ലാന്റ് ബോഡിയുടെ പ്രത്യേകത, ദ പ്ലാന്റ് ബോഡി മേ ബി യൂണിസെല്ലുലാർ, കൊളോണിയൽ ഓർ ഫിലമെൻറ്റസ്. അങ്ങനെ ആ ഒരു 3 ടൈപ്സ് ഓഫ് പ്ലാന്റ് ബോഡീസ് അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലോറോഫൈസിയ മെമ്പേഴ്സിനെ 3 തരത്തിൽ കാണാൻ സാധിക്കും. യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. എന്താ യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ സിംഗിൾ സെൽഡ്, ഒരു സെല്ല് മാത്രമുള്ള മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ്, അല്ലെങ്കിൽ കൊളോണിയൽ ഫോമായിട്ട്, അല്ലെങ്കിൽ ഓർ ഫിലമെൻറ്റസ്. They are usually grass green due to the dominance of pigments chlorophyll A and B. ഓർത്തിരിക്കുക, ഇവിടെ ഈ ക്ലോറോഫൈസിയ മെമ്പേഴ്സ് യൂഷ്വലി ഗ്രാസ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സാധാരണയായിട്ട് കാണുന്ന പുല്ലിൻ്റെയൊക്കെ കളറാണ് ആ കളർ ഗ്രാസ് ഗ്രീൻ. ഡ്യൂ ടു ദ ഡോമിനൻസ് ഓഫ് പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ A ആൻഡ് B. ഇവിടെ ഈ ക്ലോറോഫൈസിയ മെമ്പേഴ്സിലെ പിഗ്മെൻറ്റ്സ് അവർക്ക് ഡോമിനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്തതായിട്ട് കാണുന്ന പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ Aയും ക്ലോറോഫിൽ Bയുമാണ്. നമുക്കറിയാം സാധാരണയായിട്ട് പ്ലാന്റ്സിൽ കാണപ്പെടുന്ന പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ Aയും Bയുമാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു പിഗ്മെൻറ്റ്സ് തന്നെയാണ് ക്ലോറോഫൈസിയ മെമ്പേഴ്സിലും ഡോമിനൻ്റ് ആയിട്ട് കാണുന്നത്. നെക്സ്റ്റ്, ദ പിഗ്മെൻറ്റ്സ് ആർ ലോക്കലൈസ്ഡ് ഇൻ ഡെഫിനിറ്റ് ക്ലോറോപ്ലാസ്റ്റ്. നിങ്ങൾ നേരത്തെ നിങ്ങൾ 10th പഠിച്ചതാണ് ക്ലോറോഫിൽ പിഗ്മെൻറ്റ് അല്ലേ. ക്ലോറോഫിൽ പിഗ്മെൻറ്റ് എവിടെ? ക്ലോറോപ്ലാസ്റ്റ്. ദ പ്ലാസ്റ്റഡ് വിച്ച് കണ്ടെയ്ൻ ദ പിഗ്മെൻറ്റ് ക്ലോറോഫിൽ ഇസ് ദ ക്ലോറോപ്ലാസ്റ്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെയും പിഗ്മെൻറ്റ്സ് ലോക്കലൈസ് ചെയ്തിരിക്കുന്ന ഡെഫിനിറ്റ് ക്ലോറോപ്ലാസ്റ്റിലാണ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സെൽ ഓർഗനിലാണ് പ്ലാന്റ്സിൽ കാണപ്പെടുന്നത്. ആ ഒരു സെൽ ഓർഗനിൽ തന്നെ ഇവിടെ ആൽഗയിലും ക്ലോറോഫൈസിയ മെമ്പേഴ്സിൽ കാണപ്പെടുന്നു. Then the chloroplast may be discoid, plate-like, reticulate, cup-shaped, spiral or ribbon-shaped in different species. നിങ്ങൾ ഓർത്തിരിക്കുക ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഷേപ്പ്. നിങ്ങൾ 10th പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ക്ലോറോപ്ലാസ്റ്റ് ഒരു ഓവൽ ഷേപ്പ് പോലത്തെ ഒരു സ്ട്രക്ചർ നിങ്ങൾ സസ്യങ്ങളിൽ പഠിച്ചത്. പക്ഷെ ഇവിടെ ക്ലോറോഫൈസിയ മെമ്പേഴ്സിൻ്റെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ട്. ഡിസ്ക് ഷേപ്പ്ഡ്, പ്ലേറ്റ് ലൈക്ക്, റെറ്റിക്കുലേറ്റ്, കപ്പ് ഷേപ്പ്, അതുപോലെ സ്പൈറൽ ഷേപ്പ്ഡ് അല്ലെങ്കിൽ റിബൺ ഷേപ്പ്ഡ്. അതായത് ഓരോ സ്പീഷീസ് അനുസരിച്ചും അവയുടെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ടൈപ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ്, സ്റ്റോറേജ് ബോഡീസ്. എന്താ സ്റ്റോറേജ് ബോഡീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു സ്റ്റോറേജ് ബോഡീസ് ആണ്. മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഹാവ് 1 or more സ്റ്റോറേജ് ബോഡീസ് called pyrenoids located in the chloroplast. Most of the members have 1 or more storage bodies. അതായത് മിക്കവാറും എല്ലാ മെമ്പേഴ്സിലും ക്ലോറോഫൈസിൽ വരുന്ന മിക്കവാറും എല്ലാ മെമ്പേഴ്സിലും ഒന്നിൽ കൂടുതലോ സ്റ്റോറേജ് ബോഡീസ് ഉണ്ട്. സ്റ്റോറേജ് ബോഡീസിൻ്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക, പൈറിനോയിഡ് എന്നാണ് പറയുന്നത്. പൈറിനോയിഡ്. ഇപ്പം നിങ്ങൾ ഇനി ഓരോ ക്ലാസ് പഠിക്കുമ്പോഴും ക്ലോറോഫൈസിയയും ഫയോഫൈസിയ, റോഡോഫൈസിയ ഒക്കെ നമ്മളിങ്ങനെ ഈ ആൽഗയുടെ ഓരോ ക്ലാസ് പഠിക്കുമ്പോഴും അവയുടെ
ഈ സ്റ്റോറേജ് ബോഡിക്ക് വ്യത്യസ്തമായ പേരുകളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കണം, ക്ലോറോഫൈസിയുടെ സ്റ്റോറേജ് ബോഡിക്ക് പൈറിനോയിഡ് എന്നാണ് പറയുന്നത്. എവിടെയാണ് കാണപ്പെടുന്നത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിലാണ് പൈറിനോയിഡ് ലൊക്കേറ്റ് ചെയ്യുന്നത്. പൈറിനോയിഡ്സ് കണ്ടെയ്ൻ പ്രോട്ടീൻ ബിസൈഡ് സ്റ്റാർച്ച്. പൈറിനോയിഡിൻ്റെ പ്രത്യേകത, പൈറിനോയിഡ് കണ്ടെയ്ൻ പ്രോട്ടീൻ ബിസൈഡ് സ്റ്റാർച്ച് കൂടാതെ പൈറിനോയിഡ്സിൽ പ്രോട്ടീൻസ് കൂടി ഉണ്ട്. സം ആൽഗെ മേ സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ്. ഇപ്പോൾ ചില ആൽഗെ ഫുഡ് നമ്മൾ പറഞ്ഞു ഇവിടെ ഈ ക്ലോറോഫൈസിയം മെമ്പർ പൈറിനോയിഡിൻ്റെ ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ ചില ആൽഗകൾ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഓയിൽ ഡ്രോപ്ലെറ്റ്സിൻ്റെ ഫോമിൽ ആണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റോറേജ് ബോഡീസും ഓർത്തിരിക്കും. ഇതിൽ മെയിനായിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു പേര് ഓർത്തിരിക്കണം. എന്താ പൈറിനോയിഡ്സ് ആണ് ക്ലോറോഫൈസയുടെ റിസർവ് ഫുഡ് അല്ലെങ്കിൽ സ്റ്റോറേജ് ഫുഡ് എന്ന് പറയുന്നത്. പൈറിനോയിഡ്സ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റിലാണ് പൈറിനോയിഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പൈറിനോയിഡ്സിൻ്റെ കണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പ്രോട്ടീൻ ആൻഡ് സ്റ്റാർച്ച്. നമുക്കറിയാം സാധാരണ പ്ലാന്റ്സിൻ്റെയൊക്കെ റിസർവ് ഫുഡ് എന്ന് പറയുന്ന സ്റ്റാർച്ച് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്ന് നമുക്കറിയാം. ഇവിടെ പ്രോട്ടീൻ കൂടിയുണ്ട്. ചില ആൽഗകളിൽ ഫുഡ് ഓയിൽ ഡ്രോപ്സ് ആയിട്ട് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് അവിടെ സെൽ സ്ട്രക്ചർ ഒന്ന് പഠിക്കാം. ഗ്രീൻ ആൽഗെ യൂഷ്വലി ഹാവ് റിജിഡ് സെൽ വോൾ മെയ്ഡപ്പ് ഓഫ് ആൻ ഇന്നർ ലെയർ ഓഫ് സെല്ലോസ് ആൻഡ് ആൻ ഔട്ടർ ലെയർ ഓഫ് പെക്ടോസ്. ഇപ്പോൾ സാധാരണ ഗ്രീൻ ആൽഗെയാണ് ഇപ്പോൾ പഠിക്കുന്നത്, ക്ലോറോഫൈസിയെ. ഗ്രീൻ ആൽഗെ ഹാവ് എ റിജിഡ് സെൽ വോൾ, നല്ല ബലമുള്ള ഒരു സെൽ വോൾ ഉണ്ട്. മെയ്ഡപ്പ് ഓഫ് ആൻ ഇന്നർ ലെയർ ഓഫ് സെല്ലോസ് ആൻഡ് ആൻ ഔട്ടർ ലെയർ ഓഫ് പെക്ടോസ്. അപ്പോൾ അവിടെ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്ന ഇന്നർ ലെയർ സെല്ലുലോസും അതുപോലെ തന്നെ ഔട്ടർ ലെയർ പെക്ടോസും ആണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇത് പ്ലാന്റ്സുമായിട്ട് സാമ്യമുണ്ട്. പ്ലാന്റ്സിൻ്റെ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് ആണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇതിനും ഇന്നർ ലെയർ സെല്ലുലോസും ഔട്ടർ ലെയർ പെക്ടോസുമാണ്. നെക്സ്റ്റ് നമുക്ക് റീപ്രൊഡക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രത്യുൽപാദനം എന്ന് പറയുന്നത് ഇവിടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും സെക്ഷലും റീപ്രൊഡക്ഷനൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈപ്പ് ഈസ് ദ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ ഓർ ബൈ ഫോർമേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോർട്സ്. ഇവിടെയും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ കായിക പ്രത്യുൽപാദനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ഫ്രാഗ്മെൻറ്റേഷൻ ആണ്, അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോർട്സ്. നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നമ്മൾ പഠിച്ചതാണ്. പാരൻ്റ് ബോഡി ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് കട്ട് ചെയ്യുകയും ആ ഫ്രാഗ്മെൻറ്റ്സിൽ നിന്നും പുതിയ ഓർഗൻസ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് ഏതാണ്? ഫോർമേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോർട്സ് ആണ്. നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഏതാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ ഫ്ലജലേറ്റഡ് സൂസ്പോർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ സൂസ്പൊറാൻസിയ. അപ്പോൾ ഓർത്തിരിക്കുക, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലജലേറ്റഡ് സൂസ്പോർ ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൂസ്പൊറാൻസിയയിലാണ് പ്രൊഡ്യൂസ് ഇൻ സൂസ്പൊറാൻസിയ. Okay, the next one is the sexual reproduction. The sexual reproduction shows considerable variation in the type and formation of sexes, and it may be isogamous, anisogamous or oogamous. അതായത് സെക്ഷൽ റിപ്രൊഡക്ഷൻ considerable variations shows in the type of formation of sex cells. സെക്സസിൻ്റെ ഫോർമേഷനിൽ വേരിയേഷൻസ് കാണിക്കാറുണ്ട്. അത് 3 തരത്തിലാകാം: ഐസോഗമസ്, അനൈസോഗമസ് ആൻഡ് ഓർ ഊഗമസ്. അപ്പോൾ നമ്മളത് പഠിച്ചതാണ് ഇത് ഓരോന്നിനെ കുറിച്ചും. എക്സാമ്പിൾസ് ക്ലോറോഫൈസിയ മെമ്പേഴ്സിന് എക്സാമ്പിൾ ഓർത്ത് ക്ലാമിഡാമോണാസ്, വോൾവോക്സ്, യൂളോത്രിക്സ്, സ്പൈറോഗൈറ എക്സെട്ര. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ 3.1 അതിൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡയഗ്രാം കൂടി ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ദ സെക്കൻഡ് ക്ലാസ്, ദാറ്റ് ഈസ് ഫയോഫൈസിയെ, ബ്രൗൺ ആൽഗെ. ഓർത്തിരിക്കുക, നമ്മൾ ആദ്യം പഠിച്ച ഏതായിരുന്നു? ഗ്രീൻ ആൽഗെ ആയിരുന്നു അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ബ്രൗൺ ആൽഗെ. The members of Phaeophyceae or brown algae are found primarily in marine habitats. ഈ മെമ്പേഴ്സ് മറൈൻ ഹാബിറ്റാറ്റിലാണ് പ്രൈമറിലി കാണപ്പെടുന്നത്. Phaeophyceae അല്ലെങ്കിൽ ബ്രൗൺ ആൽഗെ. They show great variation in size and form. They range from simple branched filamentous forms to profusely branched forms as represented by kelps, which may be reach a height of
100 മീറ്റേഴ്സ്. ഇവിടെ ഫയോഫൈസിയ മെമ്പേഴ്സിൻ്റെ സൈസും അതുപോലെ അതിൻ്റെ ഫോമിനൊക്കെ ഒത്തിരി വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. അതായത് സിമ്പിൾ ബ്രാഞ്ച്ഡ് ഫിലമെൻ്റസ് ഫോം, ആ ഒരു സിമ്പിൾ ബ്രാഞ്ച്ഡ് മുതൽ ഫിലമെൻ്റസ് ഫോംസ് ആർ റെപ്രസെൻറ്റഡ് ബൈ കെൽപ്സ്. കെൽപ്സ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ അതിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ ഹൈറ്റ് വിച്ച് മേ റീച്ച് അറ്റ് ഹൈറ്റ് 100 മീറ്റേഴ്സ്. ഇപ്പോൾ 100 മീറ്ററോളം ഹൈറ്റുള്ള കെൽപ്സ് വരെ ഫയോഫൈസിയ മെമ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് പിഗ്മെൻറ്റ്സ് നോക്കാം. ഏതൊക്കെയാണ് പിഗ്മെൻറ്റ്സ്? ദ ഫയോഫൈസിയ മെമ്പേഴ്സ് പോസസ് ക്ലോറോഫിൽ എ, സി, കരോട്ടിനോയിഡ്സ് ആൻഡ് സാൻഡോഫിൽ. ഇപ്പോൾ ഈ മെമ്പേഴ്സിനുള്ള പിഗ്മെൻറ്റ്സ് ആയിരിക്കും. ക്ലോറോഫിൽ എ ഓർത്തിരിക്കുക. നമ്മൾ ആദ്യത്തെ ക്ലോറോഫൈസിയയുടെ പിഗ്മെൻറ്റ് ക്ലോറോഫിൽ എയും ബിയും സെയിം ആസ് ദാറ്റ് ഓഫ് ഗ്രീൻ പ്ലാന്റ്സ് അല്ലെ ഗ്രീൻ ഗ്രാസ് നമ്മൾ പഠിച്ചു. ഇവിടെ എയും സിയും കരോട്ടിനോയിഡ്സ് ആൻഡ് സാൻഡോഫിൽ. നമ്മൾ കരോട്ടിനൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ക്യാരറ്റിലൊക്കെ കാണപ്പെടുന്നതാണ് കരോട്ടിനോയിഡ്. ഇത്രയും പിഗ്മെൻറ്റ്സ് ആണ് ഫയോഫൈസിയ മെമ്പേഴ്സ് ഉള്ളത്. ഏതൊക്കെയാണ് പിഗ്മെൻറ്റ്സ്? ക്ലോറോഫിൽ എ, സി, കരോട്ടിനോയിഡ് ആൻഡ് സാൻഡോഫിൽ. ദെൻ they vary in color from olive green to various shades of brown depending upon the amount of xanthophyll pigment, fucus xanthin present in them. അപ്പോൾ ഇവിടെ അവയുടെ കളർ വേരിയേഷൻ ഒലിവ് ഗ്രീൻ ടു വേരിയസ് ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേര് തന്നെ ബ്രൗൺ ആൽഗെ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു എങ്ങനെയാണ് ഈ കളർ ചേഞ്ച് ഉണ്ടാകുന്നത്? ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് the amount of xanthophyll fucus xanthin present in them. ഇപ്പോൾ xanthophyll pigment fucus xanthinൻ്റെ പ്രസൻസിലുണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ച് ഒലിവ് ഗ്രീൻ മുതൽ വേരിയസ് ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ വരെ കളറുകളിലാണ് ഫയോഫൈസിയ മെമ്പേഴ്സിന് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് റിസർവ് ഫുഡ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫുഡ് ഈസ് സ്റ്റോർഡ് ആസ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് മേ ബി ഇൻ ദ ഫോം ഓഫ് ലാമിനേറിയൻ ഓർ മാനിറ്റോൾ. അപ്പോൾ ഫുഡ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഫോമിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെ ഫോം ഓഫ് ലാമിനേറിയൻ ഓർ മാനിറ്റോൾ. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, അതിൻ്റെ ഫയോഫൈസിയ മെമ്പേഴ്സിൻ്റെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ലാമിനേറിയൻ അല്ലെങ്കിൽ മാനിറ്റോൾ എന്നതിലാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മറ്റേത് ഏതായിരുന്നു? പൈറനോയിഡ് ആയിരുന്നു ക്ലോറോഫൈസിയയുടേത്. അത് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കണം. ഫയോഫൈസിയയുടേത് ലാമിനേറിയൻ ഓർ മാനിറ്റോൾ. Then the vegetative cells have a cellulosic wall usually covered on the outside by a gelatinous coating of algin. ഇപ്പോൾ വെജിറ്റേറ്റീവ് സെൽസ് അങ്ങനെ ഒരു സെല്ലോസിക് സെൽ വോൾ ആണ്. അതുപോലെ അതിൻ്റെ ഔട്ട്സൈഡ് ഒരു കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിങ് നമ്മൾ പറയുന്ന പേരാണ് ആൽഗിൻ എന്ന് പറയുന്ന ഒരു കോട്ടിങ് കാണപ്പെടുന്നു. നമുക്കിതിൻ്റെ സെല്ലിൻ്റെ സ്ട്രക്ചർ എന്ന് നോക്കാം. The protoplast contains, in addition to plastids, a centrally located vacuole and nucleus. നമ്മളിവിടെ പ്ലാസ്റ്റിഡിൻ്റെ കാര്യം പറഞ്ഞു. പ്ലാസ്റ്റിഡ് കൂടാതെ തന്നെ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ പ്രോട്ടോപ്ലാസം ഒരു സെല്ലിൻ്റെ സെല്ലിൻ്റെ അകത്ത് കാണപ്പെടുന്ന സെമി ലിക്വിഡ് ലൈക്ക് സബ്സ്റ്റൻസ് ആണ് നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റ്. സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയോപ്ലാസം ഒന്നിച്ചാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. പ്രോട്ടോപ്ലാസ്റ്റ് കണ്ടെയ്ൻസ്, ഇൻ അഡീഷൻ ടു പ്ലാസ്റ്റിഡ്സ്, എ സെൻട്രലി ലൊക്കേറ്റഡ് വാക്യൂൾ ആൻഡ് ന്യൂക്ലിയസ്. ഇപ്പോൾ പ്ലാസ്റ്റിഡിനെ കൂടാതെ ഒരു സെൻട്രലി ലൊക്കേറ്റഡ് വാക്യൂൾ ഉണ്ട്, അതുപോലെ ന്യൂക്ലിയസും. ദ പ്ലാന്റ് ബോഡി ഈസ് യൂഷ്വലി അറ്റാച്ച്ഡ് ടു ദ സബ്സ്ട്രേറ്റം ബൈ എ ഹോൾഡ് ഫാസ്റ്റ് ആൻഡ് ഹാസ് എ സ്റ്റോക്ക്. അപ്പോൾ പ്ലാന്റ് ബോഡിയുടെ പ്രത്യേകത, പ്ലാന്റ് ബോഡി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സബ്സ്ട്രേറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ പ്ലാന്റ് ബോഡി അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ അതിൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ട്. ആ സ്റ്റോക്കിൻ്റെ പറയുന്നത് സ്റ്റൈപ്പ് ആൻഡ് ലീഫ് ലൈക്ക് ഫോട്ടോസിന്തറ്റിക് ഓർഗാൻ ദ ഫ്രോൺസ്. നിങ്ങൾ ഓർത്തിരിക്കുക, ഫയോഫൈസിയ മെമ്പേഴ്സിൻ്റെ പ്ലാന്റ് ബോഡിയിൽ 3 പാർട്സ് ഉണ്ട്. ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രാറ്റത്തിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന പ്ലാന്റ് ബോഡി. നെക്സ്റ്റ് ദ സ്റ്റൈപ്പ്, ദെൻ അതിൻ്റെ സ്റ്റോക്കാണ് സ്റ്റൈപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോട്ടോസിന്തറ്റിക് ഓർഗൻ, ലീഫ് ലൈക്ക് ഫോട്ടോസിന്തറ്റിക് ഓർഗൻ നമ്മൾ ഫ്രോൺസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് നമുക്ക് റീപ്രൊഡക്ഷൻ നോക്കാം. ഫസ്റ്റ് വൺ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. നമ്മൾ ആദ്യം പഠിച്ചതുപോലെ തന്നെ ഇതിൽ ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ഇൻ മോസ്റ്റ് ബ്രൗൺ ആൽഗെ ഈസ് ബൈ ഫ്ലാജെല്ലേറ്റ് സൂസ്പോർസ്. ബ്രൗൺ ആൽഗയിലുള്ള
സെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ബൈഫ്ലജല്ലേറ്റ് സൂസ്പോർസ് ആണ്. ദാറ്റ് ആർ പിയർ ഷേപ്ഡ് ആൻഡ് ഹാവ് ടു അൺഈക്വൽ ലാറ്ററലി അറ്റാച്ച്ഡ് ഫ്ലാജല്ല. അപ്പോൾ അതിൻ്റെ ഷേപ്പ് പിയർ ഷേപ്ഡ് ആണ്. അതുപോലെ രണ്ട് അൺഈക്വൽ ആയിട്ടുള്ള ലാറ്ററലി അറ്റാച്ച്ഡ് ഫ്ലാജല്ലായും ഉണ്ട്. അപ്പോൾ സെക്ഷൽ റിപ്രൊഡക്ഷൻ്റെ സ്പോർ ഓർത്തിരിക്കുക, സൂസ്പോർ ആണ് ഫയോഫൈസിയ മെമ്പേഴ്സിൽ. നെക്സ്റ്റ് ഈസ് ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ. നമ്മൾ നേരത്തെ പഠിച്ച ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ മേ ബി ഐസോഗമസ്, അനൈസോഗമസ് ഓർ ഊഗമസ്. അപ്പോൾ ആ 3 ടൈപ്സും. യൂണിയൻ ഓഫ് ഗമീസ് മേ ടേക്ക് പ്ലേസ് ഇൻ വാട്ടർ ഓർ വിതിൻ ദ ഊഗോണിയം, ഊഗമസ് സ്പീഷീസ്. നിങ്ങൾ വീണ്ടും നമ്മൾ പറയേണ്ട കാര്യം നമ്മളത് പഠിച്ചാണ്. സിമിലർ ഗമീസ് ഉള്ളത്, അതുപോലെ ഡിസിമിലർ ഗമീസ് ഉള്ളത്, അതൊക്കെ നമ്മുടെ ഐസോഗമസ് അനൈസോഗമസ് ഒക്കെ. ഗമീസിൻ്റെ യൂണിയൻ വാട്ടറിലാണ് നടക്കുന്നത്, ഓർ വിതിൻ ദ ഊഗോണിയം. അപ്പോൾ അല്ലെങ്കിൽ ഊഗോണിയം എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഊഗമസ് സ്പീഷീസിൽ. ദ ഗമീറ്റ്സ് ആർ പൈറിഫോം ഓർ പിയർ ഷേപ്പ് ആൻഡ് ബിയർ ടു ലാറ്ററലി അറ്റാച്ച്ഡ്. ഇപ്പോൾ സെക്ഷൽ റിപ്രൊഡക്ഷൻ്റെ ആണെങ്കിൽ ഗമീറ്റ്സ് പിയർ ഷേപ്പ്ഡ് ഗമീറ്റ്സ് ആയിരിക്കും. അതുപോലെ ദ ഹാവ് ടു ലാറ്ററലി അറ്റാച്ച്ഡ് ഫ്ലജല്ല. ദ കോമൺ ഫോംസ് ആർ എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ലാമിനേറിയ, സർഗാസം എക്സെട്ര. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട് 3.1b. അപ്പം നിങ്ങൾ ഫിഗർ കൂടി ഒന്ന് റെഫർ ചെയ്യുക. നെക്സ്റ്റ് വൺ റൊഡോഫൈസിയ റെഡ് ആൽഗെ. Members are commonly called red algae because of the presence of the red pigment R-phycoerythrin. ഇതിൻ്റെ പിഗ്മെൻറ്റ് ഓർത്തിരിക്കുക, റൊഡോഫൈസിയ. അപ്പോൾ റെഡ് ആൽഗെ നിങ്ങൾക്ക് പേരിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാം, റൊഡോഫൈസിയ റെഡ് ആൽഗെ. ഇപ്പോൾ നമ്മൾ 3 ആൽഗയും പഠിച്ചല്ലേ, ഒന്ന് ക്ലോറോഫൈസിയ ഗ്രീൻ ആൽഗെ, ഫയോഫൈസിയ ബ്രൗൺ ആൽഗെ, റൊഡോഫൈസിയ റെഡ് ആൽഗെ. ഇത് നമ്മൾ റെഡ് ആൽഗെ എന്ന് പറയാനുള്ള റീസൺ ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ദി റെഡ് പിഗ്മെൻറ്റ് R-phycoerythrin. R-phycoerythrin എന്ന് പറയുന്ന റെഡ് പിഗ്മെൻറ്റിൻ പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിതിനെ റെഡ് ആൽഗെ എന്ന് പറയുന്നത്. അതിപ്പോൾ എന്താ പ്രീഡോമിനൻസ് ആണ്, അതായത് ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു റെഡ് പിഗ്മെൻ്റ് ആണ്. മജോറിറ്റി ഓഫ് ദ റെഡ് ആൽഗെ ആർ മറൈൻ വിത്ത് ഗ്രേറ്റർ കോൺസെൻട്രേഷൻ ഫൗണ്ട് ഇൻ ദ വാമർ ഏരിയാസ്. ഇത് മജോറിറ്റി ഓഫ് റൊഡോഫൈസിയ ആർ മറൈൻ, നമുക്കറിയാം കടലിൽ വളരുന്നവയാണ്. വിത്ത് ഗ്രേറ്റർ കോൺസെൻട്രേഷൻസ് ഫൗണ്ട് ഇൻ ദ വാമർ ഏരിയാസ്, അതായത് ചൂടുള്ള ഏരിയയിലെ സ്ഥലങ്ങളിലാണിത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. Then they occur in both well-lightened regions close to the surface of water and also to great depth in oceans where relatively little light penetrates. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഒക്കറൻസ് ഇത് കാണപ്പെടുന്നത് occur in both well-lighted regions close to the surface of water. അത് വാട്ടറിനോട് ചേർന്ന് വാട്ടറിൻ്റെ സർഫസിനോട് ചേർന്ന്, നമുക്കറിയാം അതിൻ്റെ ഉപരിതലത്തോട് ചേർന്ന് വരുമ്പോൾ സൂര്യപ്രകാശം ധാരാളമായിട്ടുള്ള പ്രദേശം വെൽ ലൈറ്റഡ് റീജിയൻസ് ആണ്. അതുപോലെ തന്നെ മറ്റ് ഗ്രേറ്റ് ഡെപ്ത് ഇൻ ഓഷ്യൻസ്, കടലിലെ ആഴമുള്ള ഭാഗങ്ങളിലും അവിടെ നമുക്ക് റിലേറ്റീവ്ലി ലിറ്റിൽ ലൈറ്റ് മാത്രമേ കാണുള്ളൂ, ആദ്യം സൂര്യപ്രകാശം കുറഞ്ഞ ഭാഗങ്ങൾ. അപ്പോൾ അവിടെ 2 സ്ഥലങ്ങളിലും വെൽ ലൈറ്റഡ് റീജിയൻസിലും അതുപോലെ ലിറ്റിൽ ലൈറ്റ് റീജിയൻസിലും നമുക്ക് റൊഡോഫൈസിയ മെമ്പേഴ്സിനെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് ദ റെഡ് താലെ ഓഫ് മോസ്റ്റ് ഓഫ് ദ റെഡ് ആൽഗെ ആർ മൾട്ടി സെല്ലുലാർ. അതിൻ്റെ ആ താലസ് എന്താണ് നമ്മൾ അതിൻ്റെ ബോഡി, പ്ലാന്റ് ബോഡി റെഡ്, അത് മോസ്റ്റ് ഓഫ് ദ റെഡ് ആൽഗെ ആർ മൾട്ടി സെല്ലുലാർ. നമുക്കറിയാം മിനി സെൽഡ് ആണ്. സം ഓഫ് ദം ഹാവ് കോംപ്ലക്സ് ബോഡി ഓർഗനൈസേഷൻ. അപ്പോൾ ചിലതിന് കോംപ്ലക്സ് ആയിട്ടുള്ള ബോഡി ഓർഗനൈസേഷൻ ഉണ്ട്. ദ ഫുഡ് ഈസ് സ്റ്റോർഡ് ആസ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഓർത്തിരിക്കും ഇതിൻ്റെ ഫുഡ്, ഈ റൊഡോഫൈസിയ മെമ്പേഴ്സിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ്, വിച്ച് ഇസ് വെരി സിമിലർ ടു അമൈലോപെക്റ്റിൻ ആൻഡ് ഗ്ലൈക്കോജൻ ഇൻ സ്ട്രക്ചർ. അതായത് അമൈലോപെക്റ്റിനും അതുപോലെ ഗ്ലൈക്കോജനുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഫുഡാണ്, റിസർവ് ഫുഡാണ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് ഓർത്തിരിക്കുക. നമ്മളിവിടെ ഇതിൻ്റെ പേരും പഠിക്കണം. അപ്പം നമ്മൾ ഈ 3ൻ്റെയും പേര് പഠിച്ചു അല്ലേ, 3 ക്ലാസ്സിലെയും റിസർവ് ഫുഡ് പഠിച്ചു. ക്ലോറോഫൈസിയയുടേത് പൈറിനോയിഡ്, ഫയോഫൈസിയയുടേത് ലാമിനേറിയൻ ഓർ മാൻറ്റോൾ, ദെൻ റൊഡോഫൈസിയയുടേത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഓക്കെ, ദെൻ നെക്സ്റ്റ് റീപ്രൊഡക്ഷൻ ആണ്. The red algae usually reproduces
വെജിറ്റേറ്റീവ്ലി ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ഇപ്പം നിങ്ങൾ ഓർത്തിട്ട് നമ്മൾ ഈ 3 ക്ലാസ്സിലും വെജിറ്റേറ്റീവ് പ്രൊഡക്ഷൻ ഉണ്ട്, അത് ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. നെക്സ്റ്റ് they reproduce sexually by non-motile spores and sexually by non-motile gametes. എന്താണ് സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത് നോൺ മോട്ടൈൽ സ്പോറുകൾ വഴിയാണ് സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത്. സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്ന നോൺ മോട്ടൈൽ ഗാമീറ്റ്സ് ആണ്. ദെൻ സെക്ഷൽ റിപ്രൊഡക്ഷൻ ഈസ് ഊഗമസ് ആൻഡ് അക്കമൈൻഡ് ബൈ കോംപ്ലക്സ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക ഊഗമസ് ടൈപ്പ് ഓഫ് സെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ്. അതുപോലെ അതിനോട് ഒത്തിരി തന്നെ എന്ത് വരുന്നു, കോംപ്ലക്സ്ഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെൻറ്റ്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നടക്കുന്നത്. കോമൺ മെമ്പേഴ്സ് പോളിസൈഫോണിയ, പോർഫൈറ എക്സെട്ര. നമുക്ക് ഇതിൻ്റെയും ഡയഗ്രാം നിങ്ങളുടെ ഫിഗർ 3.1 കൊടുത്തിട്ടുണ്ട്. ഗ്രേസിലേറി ആൻഡ് ഗലീഡിയം. അപ്പോൾ ഇതെല്ലാം എന്താണ് റൊഡോഫൈസിയെ മെമ്പേഴ്സിൽ വരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഡിവിഷൻ ഓഫ് ആൽഗെ ആൻഡ് ദെയർ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നിങ്ങളത് പെട്ടെന്ന് നമ്മളതൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. നമുക്കതിൽ ആദ്യത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ക്ലോറോഫൈസിയെ, ഫയോഫൈസിയെ, റൊഡോഫൈസിയെ. അപ്പോൾ അതിൽ ക്ലോറോഫൈസിയയുടെ കോമൺ നെയിം എന്താണ്, ഗ്രീൻ ആൽഗയാണ്. ഫയോഫൈസിയയുടെ കോമൺ നെയിം എന്താണ്, ബ്രൗൺ ആൽഗയാണ്. റൊഡോഫൈസിയയുടെ എന്താണ്, റെഡ് ആൽഗയാണ്. അടുത്ത കോളത്തിൽ കൊടുത്തിരിക്കുന്ന അവയുടെ പിഗ്മെൻറ്റ്സ് ആണ്. ക്ലോറോഫൈസിയയുടെ പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, ക്ലോറോഫിൽ എ ആൻഡ് ബി. ഫയോഫൈസിയയുടെ ഏതൊക്കെയാണ്, ക്ലോറോഫിൽ എ, സി, ഫ്യൂക്കോസാൻറ്റിൻ. നെക്സ്റ്റ് റൊഡോഫൈസിയയിലുള്ള പിഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്ലോറോഫിൽ എ, ഡി, ഫൈക്കോ ഇറിത്രിൻ. അതിൻ്റെ ഡോമിനൻ്റ് ആയിട്ട് വരുന്ന ഫൈക്കോ ഇറിത്രിനാണ്. ഇനി അടുത്ത അതിൻ്റെ റിസർവ് ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, ക്ലോറോഫൈസിയയുടെ റിസർവ് ഫുഡ് സ്റ്റാർച്ച്, നമ്മൾ പൈറിനോയിഡ് എന്ന് പറയുന്നതാണ് പൈറിനോയിഡ്. നെക്സ്റ്റ് ഫയോഫൈസിയുടേതാണ് മാനിറ്റോൾ ഓർ ലാമിനേറിയൻ. റൊഡോഫൈസിയുടേത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഇനി നെക്സ്റ്റ് അതിൻ്റെ സെൽവോളിൻ്റെ ഇതാണ്, ക്ലോറോഫൈസിയയുടെ സെല്ലുലോസ് സെൽവോളാണ്. ഫയോഫൈസിയുടേത് സെല്ലുലോസ് ആൻഡ് ആൽഗിനാണ്. നെക്സ്റ്റ് റൊഡോഫൈസിയുടേത് സെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് പോളി സൾഫേറ്റ് എസ്റ്റേഴ്സ് ആണ്. നെക്സ്റ്റ് ഫ്ലജല്ലാർ നമ്പർ ആൻഡ് പൊസിഷൻ ഓഫ് ഇൻസേർഷൻസ് 2 to 8 ആണ്. ഈക്വൽ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അപ്പിക്കലാണ്. നെക്സ്റ്റ് ഫയോഫൈസിയുടേത് 2 ആണ് ഫ്ലജല്ലയുടെ നമ്പർ. അൺഈക്വൽ ആയിരിക്കും അതിൻ്റെ പൊസിഷൻ ലാറ്ററലാണ്. റൊഡോഫൈസിയയ്ക്ക് ഫ്ലജല്ല ആബ്സെൻ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ ഹാബിറ്റാറ്റും ഡിഫറെൻ്റ് ആണ്. ക്ലോറോഫൈസിയയുടെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ, സോൾട്ട് വാട്ടർ. ദെൻ ഫയോഫൈസിയെ ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ, സോൾട്ട് വാട്ടർ. ദെൻ റൊഡോഫൈസിയയും ഫ്രഷ് വാട്ടർ സം ആണ് ഫ്രഷ് വാട്ടർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബ്രാക്കിഷ് വാട്ടർ, സോൾട്ട് വാട്ടറിലാണ് മോസ്റ്റ് അല്ലെങ്കിൽ ധാര കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പം നമ്മൾ 3 ക്ലാസ്സിനെ കുറിച്ച് പഠിച്ച് ക്ലോറോഫൈസിയെയും ഫയോഫൈസിയെയും റൊഡോഫൈസിയെയും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് കൂടി എടുത്ത് വെച്ച് നന്നായിട്ട് വായിക്കുക, പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.